CG എഡ്യൂക്കേഷൻ ടെക് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം PSC ആയിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇന്നിവിടെ എടുക്കാൻ പോകുന്നത്. അപ്പം ദേശീയ ഗാനം, ദേശീയ ഗീതം ഇത് രണ്ടുമാണ് ടോപ്പിക്ക് വരുന്നത്. അപ്പം ദേശീയ ഗാനത്തെ പറ്റിയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ദേശീയ ഗാനം, നമ്മുടെ ദേശീയ ഗാനം ഏതാണെന്ന് വെച്ചാൽ ജനഗണമനയാണ് നമ്മുടെ ദേശീയ ഗാനം. എഴുതിയേക്കുന്ന ഭാഷ ചോദിച്ചാൽ അല്ലെങ്കിൽ ലാംഗ്വേജ് ചോദിച്ചാൽ ബംഗാളി ഭാഷയിൽ, എഴുതിയത് ടാഗോർ. ഇത് ആലപിക്കാൻ വേണ്ട സമയം എത്രയെന്ന് ചോദിക്കും, 52 സെക്കൻഡ്. അല്ലെങ്കിൽ ഇത് ചുരുക്കി ആലപിക്കാൻ വേണ്ട സമയം എത്രയെന്ന് ചോദിക്കും, 20 സെക്കൻഡ്. അതേപോലെ തന്നെ ഇത് ആദ്യമായിട്ട് ആലപിച്ച ആരാന്ന് ചോദിച്ചാൽ സർല ദേവി ചൗധരി എന്ന് പറഞ്ഞ ആളാണ്. ഈ പറഞ്ഞ 1911 കൊൽക്കട്ട സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ജനഗണമന ആലപിക്കുന്നത്. ഇനി ജനഗണമനയുടെ രാഗം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ശങ്കരാഭരണം എന്നുള്ള രാഗം വരുന്നത്. ഇത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ടാഗോർ തന്നെയാണ്. അത് ദി മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഈ പറഞ്ഞ നമ്മുടെ ജനഗണമനയുടെ ഇംഗ്ലീഷ് വേർഷൻ അറിയപ്പെടുന്ന പേരാണ് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. അപ്പം ഇത് തത്വബോധിനി പത്രികയിലാണ് ആദ്യമായിട്ട് അച്ചടിച്ച് വരുന്നത്. അപ്പോൾ അന്ന് അച്ചടിച്ച് വരുമ്പം ഇതറിയപ്പെട്ട പേര് ഭാരത ഭാഗ്യ വിധാത എന്ന പേരിലായിരുന്നു. അതേപോലെ ഇതിന് സംഗീതം നൽകിയിരുന്ന ആളുടെ പേരാണ് റാം സിംഗ് താക്കൂർ എന്നാണ്. ജനഗണമനയ്ക്ക് സംഗീതം നൽകിയ ആളുടെ പേര് റാം സിംഗ് താക്കൂർ. അതേപോലെ തന്നെ നമ്മുടെ ഈ ടാഗോർ ബംഗ്ലാദേശിൻ്റെ ദേശീയഗാനം എഴുതിയിരിക്കുന്ന ടാഗോറാണ്. അമർ സോണ ബംഗ്ല എന്നാണ് അതിൻ്റെ പേര്. അതേപോലെ തന്നെ ടാഗോറിൻ്റെ പേരിൽ പ്രതിമയുള്ള രാജ്യം എന്ന് പറഞ്ഞാൽ അത് ശ്രീലങ്കയാണ്. ഓക്കെ, അപ്പം ഇപ്പം ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളുടെ അടിയിലൊക്കെ റെഡിങ് കൊണ്ട് വരച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് നോക്കി പഠിക്കാൻ എളുപ്പമുണ്ട്. മിനിമം ഈ റെഡിങ് കൊണ്ട് പഠിച്ച ലൈൻസെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എങ്കിലും പഠിച്ചിട്ടേ പോകാവുള്ളൂ. അടുത്ത് നമുക്ക് ദേശീയ ഗീതത്തെ പറ്റി പറയാം. ദേശീയ ഗീതം വന്ദേ മാതരമാണ് നമ്മുടെ ദേശീയ ഗീതം. ദേശീയ ഗീതം ഇപ്പം PSCയുടെ ആൻസർ പ്രകാരം ഏകദേശം ബംഗാളി ഭാഷ തന്നെ. സാൻസ്ക്രിറ്റിൽ എഴുതിയെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ബംഗാളി തന്നെയാണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ബംഗാളി ഭാഷയിലാണ് വന്ദേ മാതരം എഴുതിയേക്കുന്നത്. ബങ്കിം ചന്ദ്ര ചാറ്റർജി ഈ പേരാണ് പഠിക്കേണ്ടത്. അപ്പോൾ ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്ന നമ്മുടെ വന്ദേ മാതരം എഴുതിയ ആളുടെ പേരാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇവിടെ ദേശീയ ഗീതം എഴുതിയിരിക്കുന്ന രാഗം ഏതാണെന്ന് ചോദിക്കും. ദേശീയ രാഗത്തിലാണ് ദേശീയ ഗീതം എഴുതിയിരിക്കുന്നത്. അതിന് സംഗീതം നൽകിയ ആളുടെ പേരാണ് ജദുനാഥ് ഭട്ടാചാര്യ എന്ന് പറയും. ജദുനാഥ് ഭട്ടാചാര്യ. ഇത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് അരവിന്ദ ഘോഷാണ്. ഇതും ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് അരവിന്ദ ഘോഷാണ്. ദേശീയ ഗാനമാണ് തർജ്ജമ ചെയ്തത്, അത് ടാഗോർ തന്നെയാണ് ചെയ്തത്. എന്നാൽ ദേശീയ ഗീതം തർജ്ജമ ചെയ്തത് അരവിന്ദ ഘോഷാണ്. മദർ ഐ ബോട്ട് ടു എന്ന് തുടങ്ങുന്ന ഇതാണ്. ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ തുടങ്ങുന്നതാണ് മദർ ഐ ബോട്ട് ടു എന്ന് പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാദ്യമായിട്ട് ആലപിച്ചത് ടാഗോറാണ്. അപ്പം ദേശീയ ഗാനം ആലപിച്ചത് ടാഗോർ അല്ല, എഴുതിയതേ ഉള്ളൂ. ദേശീയ ഗാനം ആദ്യമായിട്ട് ആലപിച്ചത് സർല ദേവി ചൗധരി എന്ന് പറഞ്ഞാൽ. എന്നാൽ ദേശീയ ഗീതം ടാഗോർ എഴുതിയിട്ടില്ല, പക്ഷേ അത് ആദ്യമായിട്ട് ആലപിച്ചത് ടാഗോറാണ്. 1896 കൊൽക്കട്ട സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ദേശീയ ഗീതം ആദ്യമായിട്ട് ആലപിക്കുന്നത്. അപ്പം ഇത് ഈ പറഞ്ഞ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് ഈ നമ്മുടെ ദേശീയ ഗീതം എടുക്കാറുണ്ട്. ഇതും പലവട്ടം ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്. ആനന്ദമഠം ദേശീയ ഗീതം എടുത്തിരിക്കുന്നത് എവിടെ നിന്നാന്ന് ചോദിച്ചാൽ ഏത് കൃതിയിൽ നിന്ന് വെച്ചാൽ ആനന്ദമഠം. ഇനി ഈ പറഞ്ഞ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ മറ്റ് ഒരു കൃതിയാണ്, പ്രധാനപ്പെട്ട കൃതിയാണ് ദുർഗേശ നന്ദിനി എന്ന് പറഞ്ഞ. അപ്പം ആനന്ദമഠവും ദുർഗേശ നന്ദിനിയും ആരുടെ കൃതികളാണെന്ന് ചോദിക്കാറുണ്ട്. ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പേര് ഈ ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്നുള്ള പേര് തന്നെയാണ്. അപ്പോൾ ഈ ആനന്ദമഠത്തിനൊരു